പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ സ്വർഗ്ഗം നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടിയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി. ഈ ആഴ്ചയുടെ പ്രാരംഭ ദിവസം മുതൽ ഈ ശനിയാഴ്ച രാത്രി വരെ ദൈവത്തിന്റെ കാവലും സൂക്ഷിപ്പും നാം ആയിരുന്നിടത്ത് അനുഭവിച്ച് അറിയുവാൻ ഇടയായി തീർന്നല്ലോ. ആഴ്ചയുടെ പ്രാരംഭ ദിവസം ആമേൻ കണ്ട പലരും ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ, പലരും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ രോഗികളായി ദുഃഖിതരായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, ദൈവിക സൗഖ്യം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെ ഇവിടുന്നതായിരുന്ന നമ്മളെ സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രിയിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ലൈവിലൂടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ഹല്ലേലൂയ. തകർക്കുമെന്ന് വീഴ്ചയിൽ മുഴക്കിയപ്പോൾ ഉയരവാൻ അനുവദിക്കത്തില്ലെന്ന് ശത്രുവായുവൻ ആമേൻ ബാധിച്ചപ്പോൾ ശത്രുക്കളെ മുമ്പാകെ മേശയെടുക്കുന്ന ആമേൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് പകലിൽ അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. ഏറിയ സമയം പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകലിലും അങ്ങ് ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുകയാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അരുമനാഥന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആമേൻ അവിടുത്തെ വചനത്തിൽ ആ പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരുടെ മേൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവ് ദിവസങ്ങളിൽ അവിടുത്തെ ആത്മാവിനെ പകർന്ന് ജയത്തോടെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രിയിലും ഈ ലൈവിലായിരിക്കാൻ സ്വർഗത്തിൽ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ചില വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനിടയാകണം. ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ചില ആമൻ വ്യക്തികളുടെ മേൽ ചലിക്കുവാൻ ഇടയാകട്ടെ. ഏത് ആമൻ വേദനയിലായിരുന്നാലും, ഏത് ഭാരങ്ങളുടെ നടുവിലായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തി ഇന്ന് രാത്രി അത് വെളിപ്പെടുത്തുവാനാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത അവിടുത്തെ അർപ്പിക്കും. ആദ്യോടൊന്ന പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ പ്രാർത്ഥന കരുതാതി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ചുരിശോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ രാത്രി ദൈവം ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം നന്ദിയുള്ളവരായി ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, വിശേഷ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും, ഫാമിലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആമേൻ സഹകരിക്കുന്ന കൈത്താങ്ങലാകുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് ആമേൻ വിളിച്ചറിയിക്കുന്ന തിരുവചന സത്യങ്ങൾ ആമേൻ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കാകേളം കാതുകേളി കേട്ടിടാനായി ദൈവദൂതർ പൊൻവീണകൾ ും
ആമേൻ. പാപവും ശാപവും പാപികൾ ഇന്ന് രാത്രി ചേർത്ത് പാടി ലോകം മുഴുവൻ സമാധാനമില്ലാതെ ആമേൻ ഭൂമിയിൽ അനുദിനം നിലവിളി ആമേൻ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവത്തിൽ സൈതങ്ങളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ ആമേൻ അതേ ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഹല്ലേലൂയ തന്റെ മക്കളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരകളെ തട്ടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഗ്ലോറി ടു ഗോഡ് ജീസസ്. മരണത്തെ പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച യേശു ഇന്ന് രാത്രിയിലും ആമേൻ നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ കരം പിടിച്ചുയർത്തുവാൻ, നിന്നോട് കരുണ കാണിക്കുവാൻ, നിന്നോട് ക്ഷമിക്കുവാൻ മതിയായവനായി ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ ഈ ആഴ്ചയുടെ ആമേൻ ഒടുവിലത്തെ ദിവസം ദൈവം ചെയ്ത നന്ദിയുള്ള അവനായി ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. ഒരിക്കൽ കൂടെ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഇന്ന് രാത്രിയിലും ഒരു ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും അവനെ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ തീർച്ചയായും അവനെ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ആമേൻ നാം വായിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ആമേൻ 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യമാണ്. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹല്ലേലൂയ. ഒന്ന് വേഗത്തിൽ വായിക്കാം. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രിയമുള്ളവരെ, എങ്കിലും ഈ കഷ്ടമുള്ള, ഈ ഭാരമുള്ള, ഈ വേദനയുള്ള, ഈ നിരാശയുള്ള ലോകത്ത്
പലതും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പലരുടെയും അടിസ്ഥാനങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പലരും വളരെ ആഴത്തിൽ അടിസ്ഥാനമിട്ട് പടുതു ഉയർത്തിയ പലതും തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കഷ്ടമുള്ള, വേദനയുള്ള, പ്രതികൂലങ്ങളുള്ള, പ്രതിസന്ധികളുള്ള, വേദനകളുള്ള, നിരാശകളുള്ള ഈ ലോകത്ത് ബുദ്ധിമാന്മാർ പലതും പണിതത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതെ, പലതും ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, കുടുംബ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, 2020 വർഷങ്ങൾക്കപ്പുറം ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലിട്ട അടിസ്ഥാനം നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ നാഥൻ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായ ദൈവ പൈതലെ, അടിസ്ഥാനമുള്ളിടത്തോളം നീ തകർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ബിൽഡിങ്ങും, ഹല്ലേലൂയ, ഒരു വ്യക്തിയും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ചേർന്ന് വായിക്കാം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ തനിക്കുള്ളവരെ അറിയുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ. ആമേൻ. നമ്മെ ലോകത്തിൽ അറിയുന്ന അനേകരുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ബുദ്ധിമുട്ടിൽ, നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടേതാകുന്ന സമസ്ത മേഖലകളിൽ നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തെ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ അവർക്കൊക്കെ പരിമിതിയുണ്ട്. സ്നേഹിത, ഇന്ന് രാത്രി നിന്നെ അടുത്തറിയുന്ന നിന്റെ ഭാര്യയ്ക്ക് പോലും നോക്കി നിൽക്കുവാനല്ലാതെ, നിന്റെ ആമേൻ ഫാമിലി ഡോക്ടർക്ക് പോലും ആമേൻ അതെ നോക്കി നിൽക്കുവാനല്ലാതെ, അവർ പഠിച്ച ബുദ്ധിക്കോ, അവർ ആമേൻ ചെയ്യുന്ന ക്രിയയ്ക്കോ, അവർ ചെയ്യുന്ന പ്രവർത്തിക്കോ നിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, വിഷമഘട്ടങ്ങളിലൂടെ, മാനസിക ഡിപ്രഷനിലൂടെ നീ കടന്നു പോകുമ്പോ, അതെ, തനിക്കുള്ളവനെ അറിയുന്ന ഒരു ദൈവം, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം ആമേൻ ഇന്ന് രാത്രി ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ തനിക്കുള്ളവരെ കുറിച്ച്, ദൈവസഭയുടെ അംഗമായിരിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നു. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവർ ഇന്ന് രാത്രിയിലും സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം ഉയർത്തിയ ഏകനാമം യേശു എന്ന നാമം, ആമേൻ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം നൽകിയ നാമം യേശു എന്ന നാമം. ഈ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത ഇന്ന് രാത്രി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം അനീതി വിട്ടുകൊള്ളട്ടെ, വീട്ട അകന്നു കൊള്ളട്ടെ. ഇന്ന് രാത്രി ദൈവ പൈതലേ, അതെ, ദൈവിക ആ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ആ പരിപൂർണതയിലേക്ക് എത്തുവാൻ കഴിയാതെ ആമേൻ യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന, യേശുവിന്റെ നാമം വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ആ യേശുവിനുള്ള സമാധാനം, യേശുവിനുള്ള സൗഖ്യം, യേശുവിനുള്ള വിടുതൽ ആമേൻ അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെ അനീതി ചെയ്യിപ്പിക്കുന്ന ദുഷ്ടപിശാചി പ്രവർത്തിക്കകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അവയെ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം, ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഹല്ലേലൂയ. ആമേൻ. വാക്കിനാൽ ഉളവാക്കിയ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടിജാലങ്ങൾക്ക് ദൈവം ഒരു വ്യവസ്ഥ വെച്ചു, ഒരടിസ്ഥാനം ഇട്ടു, ഹല്ലേലൂയ. ആമേൻ. ആ അടിസ്ഥാനത്തിന്മേൽ, ആ വ്യവസ്ഥയിന്മേൽ ജീവിക്കുന്നവർ എല്ലാവരും അനീതി വിട്ടു കൊള്ളട്ടെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഹല്ലേലൂയ, തനിക്കുള്ളവരെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, തനിക്കുള്ളവരെ അറിയുന്ന കർത്താവ്, നിന്റെ വേദന, നിന്റെ കഷ്ടം, നിന്റെ സങ്കടം അറിഞ്ഞ് അതിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തനായവൻ, ഹല്ലേലൂയ, അതേ, പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം തന്റെ നാമത്തെ വെളിപ്പെടുത്തി കൊടുത്തു. യാഹ് എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ. എലോഹീം എന്നാകുന്നു അവന്റെ നാമം. ആമേൻ. പഴയ നിയമത്തിൽ ആമേൻ വിവിധ നിലകളിൽ അവന്റെ നാമത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരേ ഒരു നാമം, യേശു എന്ന നാമം. ഹല്ലേലൂയ. ഈ നാമത്തെ അറിയുന്നവർ എല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. നീ വിട്ടിട്ടും നിന്നെ വിടാതെ ആഴത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആമേൻ ചില അനീതികളുണ്ട്. ഹല്ലേലൂയ. എന്താണ് അനീതി? നീതിക്ക് വിപരീതം. ആമേൻ. നീതിമാനായ ദൈവം, നീതിയോട് ഉത്തരമരുളുന്ന ദൈവം, നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവം. ആമേൻ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആമേൻ ഇന്നും ശക്തനാണ്. എന്നാൽ ഇന്ന് രാത്രി അവന്റെ വിടുതൽ, അവന്റെ സമാധാനം, അവന്റെ സൗഖ്യം, അവന്റെ കരുതൽ, അവന്റെ നന്മ, അവന്റെ ആത്മാവിന്റെ നടത്തിപ്പ് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം അനീതി വിട്ട് അകന്നു കൊള്ളട്ടെ. ഇന്ന് രാത്രി ആമേൻ നിന്നെ അനീതിയിലേക്ക് നയിക്കുന്ന നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായി ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെ അനീതിയിലേക്ക് നയിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരത്തിന്റെ പിടിക്കകത്തു നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ അതെ അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അവന്റെ മുദ്ര. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആമേൻ ആയിരുന്ന ജനത്തെ ദൈവം ആമേൻ മുൻപോട്ട് നയിക്കുന്ന സമയത്ത് അവർക്ക് നായകനായി ആമേൻ അത് ഇസ്രായേലിന്റെ ആമേൻ നായകനായി ഹല്ലേലൂയ ഒരു മോശ എന്ന് പറയുന്ന ഭക്തനെ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഹോരേബ് എന്ന പർവ്വതത്തിലേക്ക് കയറി വരാൻ പറഞ്ഞപ്പോ മോശ കയറിപ്പോയി. 40 രാവ് 40 പകല് അവൻ ഉപവസിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ദൈവവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ കയറി ചെന്ന മോശ ആദ്യമായി ഹോരേബിൽ കയറി ചെന്നപ്പോ അവൻ അതേ ലോകത്തിൽ ആരും കാണാത്ത ഒരു കാഴ്ച അവൻ കാണുകയാ. ഒരു ആമേൻ അതേ മുൾപ്പടർപ്പ് വെന്തു പോകാതെ കത്തുന്ന കാഴ്ച. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്വന്തം അമ്മായിപ്പന്റെ ആമേൻ ഇത്രോവിന്റെ ആടുകളുമായി മരുഭൂമിക്കപ്പുറത്ത് ഹോരേബില് എത്തി. ഹല്ലേലൂയ. അതേ മരുഭൂമിയുടെ അനുഭവം ആമേൻ അതേ വളരെ കഷ്ടമാണ്. ഹല്ലേലൂയ. ആ കഷ്ടതയ്ക്ക് അപ്പുറത്തേക്ക് എത്തിയ അതേ മോശ ആമേൻ അതേ ആടുകളുമായി ഹോരേബിൽ ചെന്നപ്പോൾ ആരും കാണാത്ത ഒരു കാഴ്ച അവൻ കാണുകയാണ്. ഹല്ലേലൂയ. എന്താ അവൻ കാണുന്നത്? ആമേൻ ആരും കാണാത്ത കാഴ്ച. മുൾപ്പടർപ്പ് വെന്തു പോകാതെ കത്തുന്നു. ആ കത്തുന്ന കാഴ്ച എന്തെന്ന് കാണുവാൻ അരികിലേക്ക് ചെന്നപ്പോൾ ഒരു ശബ്ദം. ആമേൻ. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാണ്. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് മാറ്റുക. ഹല്ലേലൂയ. ആമേൻ. ജനിച്ചപ്പോൾ തന്നെ കൊന്നുകളയുവാൻ കൽപ്പനയുള്ള രാജ്യത്ത് ജനിക്കുവാൻ അവസരം ലഭിച്ച മോശ ആമേൻ ദുഷ്ടന്റെ പദ്ധതിയിൽ തകർന്നു പോകുവാൻ അനുവദിക്കാതെ നൈൽ നദിയിൽ സമപ്രായത്തിൽ ജനിച്ച പലരും അത് മുങ്ങിപ്പൊങ്ങി തകർന്നു പോയപ്പോൾ തകർക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയ കൊട്ടാരത്തിൽ തന്നെ തന്റെ മകളെ കൊണ്ട് ആമേൻ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുപ്പിച്ച് വളർത്തി വലുതാക്കിയ ആമേൻ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്തരെ, സഹോദര സഹോദരി, കൂടപ്പറപ്പെ, നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ തകർത്ത് കളയുവാൻ ദുഷ്ടൻ പദ്ധതിയിട്ടപ്പോ അല്ല പുറത്തു വന്ന നിന്നെ സമപ്രായത്തിലുള്ള പലരും തകർന്നു പോയപ്പോ ഇന്നും നീ തകരാതെ കണ്ട് നിൽക്കുന്ന ആക്സിഡന്റ് അകത്ത് നീ തകർന്നു പോകേണ്ടതാ. ആ സമയത്ത് തന്നെ നിന്റെ പ്രായത്തിലുള്ള എത്രയോ പേര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ തകർന്നു പോയി. അമ്മ അതേ കുടുംബസ്ഥനായി അതേ എത്രയോ പേർ തകർന്നു പോയി, തലമുറകളുമായി തകർന്നു പോയി. എന്നാൽ തകർക്കുന്നവനായ ദൈവം ആ വലിയ പ്രതിസന്ധിക്കകത്ത് നിന്ന് ആ വെല്ലുവിളിക്കകത്ത് നിന്ന് ആ പ്രതികൂലത്തിനകത്ത് നിന്ന് നീക്കുപോക്ക് നൽകി ഇന്ന് രാത്രിയിലും നിന്നെ ഉശിരോടെ നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ പ്ലാൻ, ദൈവത്തിന് വലിയ പദ്ധതി. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ന് രാത്രിയിലും നീ ആയിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നവർ അരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താത്ത അങ്ങനെ മോശ ആമേൻ ഇസ്രായേൽ ജനത്തിന് നായകനായി ഞാനാകുന്നുവെന്ന് പറഞ്ഞ് ആമേൻ ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. ആമേൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്നുള്ള ശബ്ദവുമായി ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നു. ഹല്ലേലൂയ. അങ്ങനെ
ഇസ്രായേലിന്റെ നായകനായി മോശ മുമ്പോട്ട് പോകുകയാണ്. ആമേൻ. അതെ, മോശയിലൂടെ ചില നിയമങ്ങൾ, ചില കൽപ്പനകൾ, ചില പ്രമാണങ്ങൾ, ചില ചട്ടങ്ങൾ ദൈവം തന്റെ ജനത്തിന് കൊടുത്തു. ആമേൻ. അതെ, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ആമേൻ, ഞാൻ നിന്നോട് ഏറ്റവും വഷളത്വമായി, ആമേൻ, ഞങ്ങൾ ഹല്ലേലൂയ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. ആമേൻ. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. ഇന്ന് പകലിലും ജീവിക്കുവാൻ അവസരം നൽകി തന്ന ദൈവം തമ്പുരാൻ, ആമേൻ, അത് വിശ്വസിക്കുവാൻ, അനുസരിക്കുവാൻ, പ്രമാണിക്കുവാൻ നൽകിയിരിക്കുന്ന വചനത്തെ ലംഘിച്ചവർ നിരവധി ആളുകളാണ്. എന്നാൽ ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമൈതലേ, ഇന്ന് പകൽ, ആമേൻ, അത് വഷളത്വമുള്ള ലോകത്ത്, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത്, ആമേൻ, അതെ ജീവിച്ച ഇസ്രായേൽ പറയുക, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട്, ആമേൻ, നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. ഇന്ന് പകൽ, ആമേൻ, എപ്രകാരമാണ് ജീവിച്ചത് എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നോ, കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അവന്റെ മുദ്ര, അതിന്റെ മുദ്ര. ഹല്ലേലൂയ. ആ മുദ്രയുള്ളപ്പോ ഇന്ന് പകൽ അതിനെ ലംഘിച്ച ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ, ആമേൻ, നയിക്കുന്ന ജനം പറയുകയാണ്, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്ന് പകലിലും അവസരം ലഭിച്ചപ്പോ, അതെ, വഷളത്വം പ്രവർത്തിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അല്ല, അവസരം ലഭിച്ചപ്പോ അവന്റെ നാമത്തെ ഉയർത്തുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ദൈവജനമേ, ദൈവജനത്തെ ആ അടിസ്ഥാനത്തിൽ നിന്നും തകർത്ത് കളയുവാൻ, ദൈവസന്നിധിയിൽ അനീതി വെളിപ്പെടുത്തുവാൻ, ആമേൻ, അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ, ആമേൻ, അതേ, മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 24-ൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിലും അത്ഭുതത്തിന്റെ പുറകെയാണോ പോയത്? അടയാളത്തിന്റെ പുറകെയാണോ പോയത്? ആമേൻ. അടയാളങ്ങൾ കാണിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നോ, മനുഷ്യർ വമ്പ് പറയുന്നവരും സ്നേഹികളും അധർമ്മം പ്രവർത്തിക്കുന്നവരും ഒക്കെയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ആമേൻ, എന്റെ മടങ്ങി വരവ് അടുത്തുവെന്ന് അറിഞ്ഞുകൊള്ളണം. ആമേൻ. നിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണം എന്താകുന്നുവെന്ന് അരുമനാഥനെ അനുഗമിച്ച ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ മത്തായി 24 ഇങ്ങനെ പറയുന്നു, ആമേൻ, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഹല്ലേലൂയ. എന്നാൽ യേശു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 10:14, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി അപ്രകാരമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിക്കുന്നവർ, ആമേൻ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയന, സൂര്യനിന്റെ താഴ്വരയിലൂടെ, ആമേൻ, കടന്നു പോകേണ്ടി വന്നാലും ഒരനർത്ഥവും കൂടാതെ കണ്ട്, ഭയപ്പെടാതെ കണ്ട് മുമ്പോട്ട് നടത്തുവാൻ ശക്തനായ ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. ആ ഇടയൻ പറയുന്നു, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവവൈതലെ, എന്നെയും നിങ്ങളെയും നന്നായി അറിയുന്ന ഒരു നല്ല ഇടയൻ, അവന്റെ പേരാ യേശു. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് മത്തായി സുവിശേഷം 24:11 ഇങ്ങനെ പറഞ്ഞു, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിലും തെറ്റിലേക്ക് നയിക്കുവാൻ, അതെ, അനേകര് തയ്യാറാകുമ്പോൾ
അത് നേരായ പാതയിലേക്ക് നടത്തുവാൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനയിൽ പാലസ്തീനയിൽ ജനിച്ച ഒരുവൻ അതെന്നെ യേശുവാണ്. ഹല്ലേലൂയ. ആ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയൻ, ഞാൻ ആമേൻ വാതിൽ, ഞാൻ വഴി, ഞാൻ സത്യം, ഞാൻ ജീവൻ. ഹല്ലേലൂയ. ആ യേശുവാ പറഞ്ഞത്. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആമേൻ ദൈവ പൈതലേ, എന്നെ നിങ്ങൾ തെറ്റിച്ച് കളയുവാൻ അത് അന്ത്യകാലത്ത് ആമേൻ ആരെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് കള്ളപ്രവാചകന്മാർ. ഹല്ലേലൂയ. ആമേൻ. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. ഇന്ന് രാത്രി കേൾക്കുന്നവരെ മറിച്ചു കളയുവാൻ ഉതകുന്ന ആമേൻ അനേക കാര്യങ്ങൾ ആമേൻ വെളിപ്പെടുത്തിക്കൊണ്ട് അന്ത്യകാലത്ത് വെളിപ്പെട്ടു വരുന്നവരെ കുറിച്ച് ആമേൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. നാട്ടുകാർക്ക് കൊള്ളാവുന്നവനായിട്ടല്ല, ആമേൻ നേതാക്കന്മാർക്ക് കൊള്ളാവുന്നവനായിട്ടല്ല, ആമേൻ കാഴ്ചക്കാർക്ക് കൊള്ളാവുന്നവനായിട്ടല്ല, ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായി ക്രിസ്തുവിനെ ലോകം അംഗീകരിച്ചില്ല. ലോകം പറഞ്ഞു, ബറോബാസിനെ വിട്ടുതരിക, ആമേൻ ഇവനെ ക്രൂശിക്കുക. ആമേൻ. ദൈവത്തിന് കൊള്ളാവുന്നവനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവനെ അന്നും ഇന്നും ആമേൻ കൊല്ലുവാൻ, അതെ തകർക്കുവാൻ ഒരുങ്ങുന്ന ലോകമാ ഇന്ന് പകൽ. ഈ ആമേൻ ലോകത്തായിരുന്ന ആമേൻ ദൈവ പൈതലേ, ആമേൻ നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, അതെ നിന്നെ നശിപ്പിക്കുവാൻ ആമേൻ ശത്രുവായവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന, മേശയൊരുക്കുന്ന ഒരു നല്ല ദൈവം കൂടെ ഇരുന്ന് ജയത്തോടെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുവെന്ന് അനുഭവിപ്പാൻ ആമേൻ കൃപ ലഭിച്ച ദൈവജന ഇന്ന് രാത്രി ലൈവിലുണ്ടെങ്കിൽ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഭക്തി വിരുദ്ധമായ വൃഥാ ലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ഹല്ലേലൂയ. എന്താണ് ഭക്തി വിരുദ്ധമായ വൃഥാ ലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ഹല്ലേലൂയ. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അനേകരെ ആമേൻ അർബുദം, എന്താ അർബുദം? ക്യാൻസർ ബാധിക്കുന്നത് പോലെ അങ്ങനെയുള്ളവർ അവരുടെ വാക്ക് അതെ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ആമേൻ. ഹുമനയോസും ആമേൻ പിലാത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ആമേൻ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞതെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ഇന്ന് പകലിലും അനേകരുടെ വിശ്വാസത്തെ മറിച്ചു കളയുവാൻ ഉതകത്തക്ക വിധത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കള്ള പ്രവചനങ്ങളും നടത്തി ഈ അന്ത്യകാലത്ത് ആമേൻ അത് ദുഷ്ട പിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ ദൈവമിട്ട അടിസ്ഥാനത്തിൽ ആയിരിക്കുന്നവർ, ആ കർത്താവിന്റെ നാമം അതെ ഉച്ചരിക്കുന്നവർ ആമേൻ അതെ അനീതി വിട്ട് ഓടിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്കുന്നവർ ഓ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ നിരവധി ആളുകൾ വിശ്വാസത്തിൽ നിന്ന് ആമേൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ മാത്രം നോക്കി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഒരിക്കൽ കൂടെ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ ശ്രദ്ധിച്ചേ, യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം നോക്കണമേ. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറി കാണുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ ഉണ്ടെങ്കിൽ അത് വചനം പറയുന്നു, അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും ആമേൻ നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് ആമേൻ അനീതി വിട്ടുകൊള്ളട്ടെ. ആമേൻ
ന്യായരഹിതമായ കാര്യങ്ങൾ ആമേൻ ഉപേക്ഷിച്ചുകൊണ്ട് ആമേൻ നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് നാട്ടുകാരുടെ വഴിയിലല്ല, കൂട്ടുകാരുടെ വഴിയിലല്ല, സങ്കീർത്തനം 1 ദുഷ്ടന്മാരുടെ ആമേൻ അതെ വഴിയിൽ ആമേൻ നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പിന്നെ എന്തോ ചെയ്യണം? നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ ആമേൻ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാ? തലമുറകൾ ആമേൻ അനുഗ്രഹിക്കപ്പെടുവാൻ, ആമേൻ ശുഭകരമായ ഒരു ഭാവി ഉണ്ടാകുവാൻ, വാഗ്ദത്തം നിറവേറുവാൻ, തലമുറകൾ ആമേൻ അത് കൂടെയുള്ളവർ നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ ആമേൻ ആമേൻ അത് സംസാരിക്കട്ടെ, പ്രസംഗിക്കട്ടെ, പാടട്ടെ. ഇന്ന് രാത്രി അതിനാണ് എന്നെ നിങ്ങളെ സ്വർഗം വേർതിരിച്ചിരിക്കുന്നത്. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം ആമേൻ അത് 33-ാം അധ്യായം 12 ആമേൻ അത് ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. മോശ യഹോവയോട് ആമേൻ പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും അവരെ എന്നെ കൂടെ ആമേൻ ആരെ എന്നെ കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആമേൻ. നോക്കണമേ, ആമേൻ. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ മോശയോട് സംസാരിച്ച ദൈവം, മോശയോട് കൃപ കാണിച്ച ദൈവം ആമേൻ അതെ പറഞ്ഞിരിക്കുന്നതിനെ അവൻ ദൈവത്തെ ഓർപ്പിക്കുകയാണ്. ആമേൻ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. ഇന്ന് രാത്രി ആമേൻ അതെ കൃപ ഉണ്ടെന്ന് ആമേൻ വെളിപ്പെടുവാൻ അത് നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അതേ ഭക്തനായ മോശ ദൈവത്തോട് സംസാരിച്ചതുപോലെ, ദൈവത്തോട് ചോദിച്ച് അവനെ അറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറായതുപോലെ ഇന്ന് രാത്രി എത്ര പേർ അതേ കൃപ നൽകുന്ന കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ, അവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾക്കാരെ പോലെ ഇരിക്കാതെ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ, മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി എത്ര പേർ അവന്റെ വഴി അറിയുവാൻ, അവന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവേ നീ എന്നെ ഒന്ന് സഹായിക്കണമേ, നീ എന്നെ ഒന്ന് അറിയണമേ, അവിടുത്തെ കൃപ എന്നെ പകരണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ആമേൻ. അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ആമേൻ. ഇന്ന് രാത്രി നീ എവിടെ പോയാലും ആമേൻ കൃപ നിന്റെ മേൽ ഉണ്ടോ എന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ അവൻ നിന്റെ കൂടെ ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ പൈതലേ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാടൻ സ്ഥാപിച്ച അതേ അംഗങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയും പോകാതെ അവരുടെ സാക്ഷ്യമായി മാറണമെങ്കിൽ പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കണം. ആമേൻ. അത് ഉയരത്തിൽ അഭിഷേകം, ആ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ തകർന്നു പോകാതിരിക്കത്തുള്ളൂ. എവിടെ പോയാലും സാക്ഷ്യം വഹിക്കുവാൻ കഴിയത്തുള്ളൂ. അത് മോശയോട് പറഞ്ഞു, ആമേൻ അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ഇന്ന് രാത്രി സ്വസ്ഥതയില്ലാത്ത ആരെങ്കിലും ഈ ലൈവിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഓ ദൈവം അതിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ സ്വസ്ഥത പ്രാപിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം, ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയനായ ദൈവത്തിന്റെ കര വിശ്വസിക്കുന്ന നിന്റെ പകരുവാൻ നീ ഏത് രാജ്യത്തായാൽ, നീ ഏത് ഭവനത്തിലായാൽ, നീ ഏത് കത്തനയുടെ നടുവിലായാലും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സ്വസ്ഥത നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനം മിസ്രയീമിൽ കടന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് മോശയിലൂടെ അവിടെ ഇറങ്ങിച്ചെന്ന ദൈവം ആമേൻ മോശയുടെ സ്വസ്ഥത കെടുത്തിയ ദൈവമല്ല. അഭിഷക്തനെ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ദൈവമല്ല. മാതാവേ, പിതാവേ, സഹോദരി, കൂടപ്പറപ്പേ, ആമേൻ ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുന്നെങ്കിൽ
ജീവിതത്തിൽ നീ സ്വസ്ഥത പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ആമേൻ ഉള്ളെടുത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ വചന ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് അവരവന്റെ വടി വെച്ചു. ആമേൻ അത് ഒറ്റ രാത്രി കൊണ്ട് ആമേൻ അത് പൂത്തു, അത് കിളർത്തു, അത് ഫലമുള്ളതായി മാറി. ഇന്ന് രാത്രി സ്വസ്ഥത ചിലർ പ്രാപിക്കുന്ന രാത്രിയാ. ചില കടഭാരങ്ങൾ, ചില കടക്കടികൾ, ആമേൻ ചില നന്മകൾ ബ്ലോക്കായി കിടക്കുന്നു. ആമേൻ ഇന്നലകളിൽ ആമേൻ ക്രമക്കേട് വർഷത്വം പ്രവർത്തിച്ചത് കൊണ്ട് ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ സ്വസ്ഥത നഷ്ടപ്പെട്ട് രോഗവുമായി കഷ്ടവുമായി പ്രതികൂലമായി കടന്ന് ആമേൻ നിലവിളിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ അതേ സ്വസ്ഥത പ്രാപിക്കുന്ന രാത്രിയായി മാറ്റപ്പെടുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കടമടി അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ആമേൻ ആമേൻ. ഒരു യാത്ര നിനക്കുണ്ട്. നാളുകളായി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വാഗ്ദത്തമില്ലേ, ആ വാഗ്ദത്തം നീ പ്രാപിക്കാൻ പോകുകയാ. ആ വാഗ്ദത്തം അനുസരിച്ച് നീ ചലിക്കാൻ പോകുകയാ. നീ ഒറ്റയ്ക്കല്ല, വാഗ്ദത്തം ചെയ്തവന്റെ സാന്നിധ്യം നിന്നോടൊപ്പം ചലിക്കത്തക്ക വിധത്തിൽ പകൽ മേഘ സംഭവം രാത്രി അഗ്നി സംഭവവുമായി ഇസ്രായേൽ ജനത്തോട് കൂടെ ചലിച്ച ദൈവത്തിന്റെ സാന്നിധ്യം പുതിയ നിയമ ഭക്തന്മാർ എവിടെ പോയാലും അവരുടെ കൂടെ അവൻ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ദൈവവൈതലേ നീ ആയിരിക്കുന്ന അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആ മർക്കോസിന്റെ മാളിക മുറിയിൽ അതെ ചലിച്ച ആ ആത്മ സാന്നിധ്യം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന റൂമിനകത്ത്, നീ ആയിരിക്കുന്ന കഷ്ടതയ്ക്കകത്ത്, നീ ആയിരിക്കുന്ന വേദനയ്ക്കകത്ത് വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തരാ. ഹല്ലേലൂയ. ആമേൻ. മോശേ, നിന്റെ കാലിലെ അശുദ്ധിയുടെ ചെരുപ്പ് നീ ഒന്ന് അടിച്ചു മാറ്റ്. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധനായ ദൈവത്തെ സേവിക്കുവാൻ കൃപ ലഭിച്ച മോശ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ അനീതി വിട്ടുകൊള്ളട്ടെ. ആമേൻ അതെ നിന്നെ തകർത്ത് കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് ആമേൻ നിന്നെ പുറത്തെടുക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനോട് കൂടെ ആയിരിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അത് പ്രാപിക്കാത്തവൻ ഇന്ന് രാത്രി പ്രാപിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ലോകത്ത് വിശേഷതയുള്ളവരായി ജീവിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ദൈവ സാന്നിധ്യമുള്ളവർക്ക് കഴിയും. തിരിച്ചറിയുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. അഭിഷക്തരെ, സഹോദരി, മാതാവേ, കൂടപ്പറപ്പേ, നീ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവം ഉലകത്തിൽ വേറെയില്ല. ആമേൻ. ഒരധികാരം ദൈവം നൽകി ആമേൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. ഹല്ലേലൂയ. അങ്ങനെ മക്കൾ എന്ന പദവി ലഭിച്ച ആമേൻ ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിൽ നിരാശയോടായിരിക്കുന്നെങ്കിൽ അപ്പാ പിതാവിനെ വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഞാനും നിങ്ങൾ അവകാശികളാണ്. അതെ, മോശ ആമേൻ നീ പറഞ്ഞതുപോലെ ആമേൻ മോശയോട് ദൈവം പറയുക, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും. ഇതുപോലൊരു അപ്പൻ, ഇതുപോലൊരു ദൈവം ഉലകത്തിൽ വേറെയുണ്ടോ? അവന്റെ മക്കൾ പറയുന്നത് പോലെ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇത്ര നല്ലൊരു ദൈവം, അത്ര അടുത്തറിയുന്ന ഒരു ദൈവം. ആമേൻ. മനുഷ്യന്റെ സ്വഭാവം അടുത്തറിയുന്നതോറും അകന്നു പോകും. എന്നാൽ അടുത്തറിയുന്ന ദൈവം പറയുകയാ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ശക്തനായ പൗലോസിനെ ആമേൻ തകർന്നു പോകാതെ നിലനിർത്തിയ ദൈവം. അവിടുത്തെ കൃപ പ്രാപിച്ചവർ കരപടിച്ചവർ അവന്റെ കൃപ ഹല്ലേലൂയ ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിൽ തളർന്നു പോകാതെ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ
യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തെരഞ്ഞെടുക്കുന്നവനെ അവനോട് അടുക്കുമാറാക്കും. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാരാണെന്ന് കാണുന്ന അടുത്തൊരു പ്രഭാതം ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ഭൂമി വായ് പിളർന്ന് ഒരു കൂട്ടത്തെ മെഴുകിക്കളഞ്ഞു. ആമേൻ. മത്സരിക്കരുത്. വചനത്തെ പ്രബലപ്പെടുമ്പോ അഭിഷക്തന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവവചനത്തിനെതിരെ മറുതലിക്കരുത്. മറുതലിച്ചവരും ഹല്ലേലൂയ. അതെ, അവൻ കോരഹിനോട് അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോടൊപ്പം തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തെരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. ഹല്ലേലൂയ. ഒരു കൂട്ടം ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ കൃപ പ്രാപിച്ചപ്പോൾ ഒരു കൂട്ടർ ഭൂമി വായ് പിളർന്ന് മിഴുങ്ങിക്കളഞ്ഞു. ഹല്ലേലൂയ. ലോകത്തിൽ അനർത്ഥം ആമേൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ ആരെന്ന് അറിയുന്ന വിധത്തിൽ, ഹല്ലേലൂയ, ആമേൻ, നിത്യ ജീവൻ അവകാശികൾ ആരെന്ന് അറിയത്തക്ക വിധത്തിൽ ആമേൻ ഒരു വേർതിരിവ്, ഹല്ലേലൂയ, വെളിപ്പെടുവാൻ കാലം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആധാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ, എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. ദൈവസഭയുടെ അംഗമായ ആമേൻ ഒരു ദൈവഭക്തൻ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? ആമേൻ. ആഹാരം, ഹല്ലേലൂയ, ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ, അതെ, ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ആഹാരം കഴിക്കുന്നത് തന്റെ സഹോദരന് ഇടർച്ചയായി തീരും എങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച വരാത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. അയ്യോ, ഇറച്ചി കഴിക്കരുതെന്നാണോ? മീറ്റ് കഴിക്കരുതെന്നാണോ? അല്ല. പിന്നെ എന്ത് മാംസം കഴിക്കരുതെന്നാ? ഹല്ലേലൂയ. ബലിപീഠങ്ങളിൽ അർപ്പിക്കുന്ന, യാഗം കഴിക്കുന്ന ആമേൻ മാംസത്തെ കഴിക്കാൻ പാടില്ല. അപ്പോ പുതിയ നിയമസഭ ഈ ഭൂമി എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി ആഹാരത്തിന്റെ കാര്യത്തിൽ പോലും, ഹല്ലേലൂയ, വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ആഹാരം കഴിക്കുന്നത് ആമേൻ അതെ കൂടെ ആയിരിക്കുന്ന സഹോദരന് ഇടർച്ചയാകുന്നുവെങ്കിൽ അത് വേണ്ടാതെ വെക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ ഉപദേശിക്കുന്നവർ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അവയാ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യ ത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ആമേൻ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. ഈ പുതിയ നിയമ ആമേൻ വിശ്വാസികളായി ജീവിക്കുവാൻ, പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവസഭയുടെ അംഗമായി മാറിയ ഈ ലോകത്തിൽ കാണുന്ന എ മുതൽ ഇസഡ് വരെയുള്ള ആമേൻ ഇംഗ്ലീഷ് അക്ഷരമാലകൾ ചേർത്തിട്ട് കാണുന്ന സഭയുടെ കാര്യമല്ല പറഞ്ഞത്. സത്യസഭ ഒന്നേയുള്ളൂ. ആമേൻ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിന് ജയിക്കില്ല എന്ന് പറഞ്ഞ നാഥൻ സ്ഥാപിച്ച സഭ. ആ സഭയ്ക്കകത്ത് ആമേൻ ആയിരിക്കുന്ന ദൈവമക്കൾ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ എന്ന് ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അവയാ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഇടയിൽ യഥാർത്ഥമായി ഒരു ദൈവമൈതനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ അതെ നൽകിയിരിക്കുന്ന ദൂതം ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ,
പാസ്റ്റർ, ഡോക്ടർ, റവറൻഡ്. ആമേൻ. പിന്നെ അതിനപ്പുറത്ത് വേറെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ, ആമേൻ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഏതാ? അനീതി വിട്ടോടി. നിന്റെ ആമേൻ ദൈവകൃപ ചോർത്തിക്കളയുന്ന, നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന, നിന്റെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ ഇല്ലാതാക്കുന്ന സകലതിനെ വിട്ടോടി. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ നിലനിൽക്കുന്ന ഉറപ്പ് അല്ലെങ്കിൽ മുദ്ര, അടിസ്ഥാനം, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെ ആ അടിസ്ഥാനത്തിൽ ആയിരിക്കുന്ന, ആ മുദ്രയ്ക്കകത്ത് ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അറിയുന്ന ഒരു കർത്താവിനെയാണ്, ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നാം പ്രാരംഭ വാക്യത്തിൽ വായിച്ചത്. 2 തിമോഥെയോസ് ആമേൻ 2:19. ഒന്നും കൂടെ വായിക്കാം വേഗം. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം എന്നാ നിലനിൽക്കുന്നതാ? ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ ആയിരിക്കുന്നവരെ കർത്താവ് അറിയുന്നു. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. തെറ്റായ അധ്യാപകർ, തെറ്റായ ഗുരുക്കന്മാർ എന്ത് ചെയ്താലും എന്ത് പഠിപ്പിച്ചാലും അവർക്ക് ക്രിസ്തുവിന്റെ യഥാർത്ഥ സഭയെയോ അവന്റെ ജനത്തെയോ നശിപ്പിക്കുവാൻ കഴിയില്ല. മനസ്സിലായവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഇവിടെ എത്ര കള്ളപ്രവാചകന്മാർ വന്നാലും, ഇവിടെ എത്ര ആമേൻ ക്രമം കെട്ട അധ്യാപകര് ആമേൻ എഴുന്നേറ്റാലും ക്രിസ്തുവിന്റെ സഭയെയോ അവന്റെ ജനത്തെയോ നശിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം സ്ഥാപകനായ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. പാതാളത്തിൽ നിന്ന് ഉയരുന്ന ഒന്നിനും ജയിക്കുവാൻ കഴിയാത്ത നിലയിൽ അത്ര സ്ട്രോങ് ആയി പണിതുകൊണ്ടിരിക്കുന്ന ദൈവസഭയുടെ അംഗങ്ങളായി മാറി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ നീ ജീവിക്കുന്നത്? നിന്നെ തകർക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അടിത്തറയും തന്റെ ജനവും എങ്ങനെ വിശ്വസിക്കുമെന്ന് ആമേൻ അതെ ദൈവം ആമേൻ അറിയാം, ദൈവത്തിനറിയാം. ആമേൻ ഇതിന്റെ അടിത്തറ, ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏതിലാണ് ആയിരിക്കുന്നതെന്ന്. ആമേൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉലകത്തിലെ ഒന്നിനും ആമേൻ ആ അടിത്തറയിൽ നിൽക്കുന്ന, ആമേൻ ആ വചനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ കഴിയത്തില്ല. മത്തായി സുവിശേഷം 16:18 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആമേൻ. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവ പൈതലെ, പത്രോസിനെ തകർക്കുവാൻ പലപ്പോഴും പിന്തുടർന്ന പൈശാചിക പദ്ധതിക്കകത്ത് നിന്ന് അതെ പുറത്തെടുത്ത നാഗനത്തിലെ ഇന്ന് രാത്രി എന്റെ നിങ്ങളുടെയും നായകൻ. ഹല്ലേലൂയ. പത്രോസിനെ ഗോതമ്പ് പാച്ചിക്കളയുന്നത് പോലെ പാച്ചിക്കളയുവാൻ ആലോചന ചോദിച്ചപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് അവന് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് 22:31 ഇങ്ങനെ, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഹല്ലേലൂയ. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ ആമേൻ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി ആ കർത്താവിന് വേണ്ടി ആമേൻ മരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന, തടവിലാകുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആ പത്രോസിനെ പോലെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആഴമേറിയ സമർപ്പണമുള്ളവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കാത്ത. ഹല്ലേലൂയ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചുമിരിക്കുന്നു. ആമേൻ. മാലിന്യമില്ലാത്ത, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരവകാശം. ഹല്ലേലൂയ. നമുക്ക് ആമേൻ അത് ലഭിക്കുവാൻ അത് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്
ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. ഹല്ലേലൂയ. ആരെയാണ് വിടുവിക്കുന്നത്? കർത്താവ്. ആമേൻ. അതെ, ഭക്തന്മാരെയാണ്. ആരുടെ ഭക്തന്മാരെ? കർത്താവിന്റെ ഭക്തന്മാരെ. എവിടുന്ന വിടുവിക്കുന്നത്? പരീക്ഷയിൽ നിന്ന്. ആമേൻ. ഏത് പരീക്ഷയിൽ നിന്ന്? ആമേൻ. എല്ലാ പരീക്ഷയിൽ നിന്ന്. ഇന്ന് രാത്രി ആമേൻ കർത്താവിനെ വിശ്വസിച്ച് ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അനവധി നിരവധി പരീക്ഷകളുണ്ട്. ആ പരീക്ഷയ്ക്കകത്ത് അകപ്പെട്ടു പോകുവാൻ അനുവദിക്കുന്നവനല്ല. ഓ, സ്വർഗത്തിലെ ദൈവ പരീക്ഷയോടുകൂടെ നീക്കുപോക്കും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന്റെ ഭാഗത്ത് കൊടുത്താൽ. ഹല്ലേലൂയ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷ മലിനമോഹം കൊണ്ട് ജഡത്തെ മലിനമോഹം കൊണ്ട് നിന്റെ ജീവിതത്തെ മലിനപ്പെടുത്തുന്ന ദുഷ്ട ചിന്തകളെ കൊണ്ട്, ദുഷ്ട സ്വഭാവങ്ങളെ കൊണ്ട്, ദുഷ്ട മോഹങ്ങളെ കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ, അതെ നീതികെട്ടവരെ വിശേഷാൽ മലിന മോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനായിരിക്കുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:37, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുന്നില്ല. അവൻ ഇന്ന് രാത്രി പാപത്തിനകത്ത് നിന്ന്, ആമേൻ, ആ പരിഹാസത്തിന്റെ അകത്ത് നിന്ന്, ആ തകർച്ചയ്ക്കകത്ത് നിന്ന്, ആമേൻ, നിന്നെ മലിനമാക്കുവാൻ ആമേൻ ഊടാടി സഞ്ചരിച്ച ദുഷ്ട പിശാച് ആമേൻ നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ പിതാവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, പിതാവ് നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആമേൻ അതെ പത്രോസ് പിന്മാറിപ്പോകുവാൻ പലപ്പോഴും പിശാച് അവനെ പിന്തുടർന്ന്, എന്നാൽ പിശാചിനെ വിട്ടുകൊടുക്കാതെ അവനെ അതെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അനുതാപത്തോടെ മടക്കിക്കൊണ്ടുവന്ന ദൈവം അതെ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അവൻ ഇന്ന് രാത്രി നീ എത്ര അകന്നു പോയാലും 99 വിട്ടിട്ട് ആ കാണാതെ പോയ ഒന്നിനെ തേടി ആ നല്ല ഇടയൻ വന്നതുപോലെ സ്നേഹിത നിന്നെ ശത്രു തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് അകറ്റിക്കൊണ്ടുപോയപ്പോഴും അതെ നീ ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്ന് മടക്കിക്കൊണ്ടുവന്ന് ഹല്ലേലൂയ അതെ നിന്നെ ചേർത്ത് നിർത്തി കർത്താവ് ഇന്ന് രാത്രി പറയുകയാണ്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ലോകം നിന്നെ തള്ളിയേക്കാം, അപ്പൻ നിന്നെ തള്ളിയേക്കാം, കൂടപ്പുറപ്പ് നിന്നെ തള്ളിയേക്കാം, ഭാര്യ നിന്നെ തള്ളിയേക്കാം, ഭർത്താക്കന്മാർ തള്ളിയേക്കാം, മക്കൾ തള്ളിയേക്കാം, ലോകത്തിൽ എല്ലാവരും തള്ളിയേക്കാം. എന്നാൽ വരുമാനാകന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയാത്ത ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി ഇന്നലകളിൽ അവൻ നിന്നെ തകർത്ത് കളയുവാൻ നിന്റെ കുടുംബജീവിതത്തിനകത്ത് നുഴഞ്ഞു കയറിയ ദുഷ്ട പിശാചി നിമിത്തം നിന്റെ ജീവിതത്തിൽ എവിടെയോ ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന ആ വിഷയത്തെ വലുതായി കണ്ട് നിന്റെ ഭർത്താവ് നിന്നെ ഒഴിവാക്കിയേക്കാം, നിന്റെ ഭാര്യ നിന്നെ ഒഴിവാക്കിയേക്കാം, നിന്റെ മക്കൾ നിന്നെ ഒഴിവാക്കിയേക്കാം, നിന്റെ കമ്പനി, നിന്റെ മാനേജർ നിന്നെ അവൻ ഒഴിവാക്കിയേക്കാം. എന്നാൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ഒരു നല്ല ഇടയനായ കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമേ അതെ പിതാവ് എനിക്ക് തരുന്നതൊക്കെയോ എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ആമേ അതെ യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഓടിച്ച ആമേൻ ആ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. ആമേ അവളെ തള്ളിക്കളഞ്ഞില്ല കേട്ടോ. ഇന്നലകളിൽ നിന്റെ പാപത്തെ, ഇന്നലകളിൽ നിനക്ക് ആമേൻ സംഭവിച്ച ആമേൻ ആ പ്രതികൂലത്തെ വലുതായി കണ്ടുകൊണ്ട് നിന്നെ തള്ളുന്നവരുണ്ടാകാൻ ലോകത്ത്. എന്നാൽ നിന്നോട് കരുണ കാണിക്കുന്ന, നിന്റെ പാപത്തെ ആമേൻ ക്ഷമിക്കുന്ന, അതെ പാപിയെ ആമേൻ അതെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന യേശു ഇന്ന് രാത്രി അത് നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ആമേൻ നീ അവനോട് അടുത്ത് ചെല്ലാമെങ്കിൽ അവൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല, അവൻ ഒരു നാളും നിന്നെ തള്ളിക്കളയത്തില്ല, അവൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ആത്മഹത്യ അരുത്, ആമേൻ അത് ശാശ്വത പരിഹാരമല്ല കുഞ്ഞേ. അതെ അവര് നിന്നെ വെറുത്തു, അയ്യോ എന്റെ ജീവിതം പാടായി പോയി, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിച്ച ആമേൻ ജീവിതം അവസാനിപ്പിക്കല്ലേ. ആത്മഹത്യ നിന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല. ഒളിച്ചോട്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. ആര് തള്ളിയാലും നിന്റെ പാപം എത്ര കടി ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന പുണ്യ രക്ത ആ കാൽവരി സ്നേഹിത നിനക്ക് വേണ്ടി ഒഴുക്കിയത് ഇന്ന് രാത്രി ആമേൻ മരണഭാഷ അടിച്ച് മരണമേ പാതാളമേ നിൻ ജയം എവിടെ എന്ന് മരണ
മരണത്തെ പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗം ജീവിക്കുന്ന യേശു നിനക്ക് വേണ്ടിയാണ് കാൽവരി രക്തമൊഴുക്കിയത്. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു ദൈവ പൈതലാൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ മാറ്റമില്ലാത്ത മാലിന്യമില്ലാത്ത ഒരു അവകാശം നൽകുവാൻ തക്കവണ്ണം അവൻ മടങ്ങി വരുവാൻ സമയമായി. കർത്താവിന്റെ നാമം വിളിച്ചിരിക്കുന്നവർ ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ. ഹല്ലേലൂയ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമായി ഹല്ലേലൂയ നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഈ അറിവില്ലാത്തവരാണ് ആമേൻ അനീതി ചെയ്യുന്നവരായി പോകുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാനമായി വില കൊടുക്കാതെ കാശ് കൊടുക്കാതെ വിശ്വസിക്കുന്നവരുടെ അകത്ത് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്തോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്ത് വില കൊടുത്ത്? ആ കാൽവറിയിൽ തന്റെ മുഴുവൻ രക്തവും കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ ശരീരം കൊണ്ട് പാപം ചെയ്യാനുള്ളതല്ല, ഈ ശരീരം കൊണ്ട് ജഡത്തിന്റെ ഇച്ഛ ചെയ്ത് ആമീൻ നശിക്കാനുള്ളതല്ല. ആമീൻ പിന്നെയോ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാ. ഇന്ന് രാത്രി ആ സത്യം തിരിച്ചറിയുന്നത് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത പലരും ഈ ശരീരം കൊണ്ട് ആമേൻ പാപം ചെയ്യുമ്പോൾ, ഈ ശരീരം കൊണ്ട് പിശാചിന് മഹത്വം കൊടുക്കുമ്പോൾ ആമേൻ ഇന്ന് രാത്രി വചനം പറയുന്നു. ആമേൻ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ഈ മുദ്ര പൊട്ടിക്കുവാൻ പിശാച് കനിഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ ഒരു വ്യക്തി തിന്മ പ്രവർത്തിക്കുകയും ആമേൻ ഒരു ദൈവവൈദ്യനാണെന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ അവന്റെ വിശ്വാസം ആമേൻ ശരിയായ വിശ്വാസം ആണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. ഒരു വ്യക്തി തിന്മ പ്രവർത്തിക്കുകയും അവൻ ദൈവവൈദ്യനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവനോട് അകന്നു നിൽക്കുക. ഇല്ലെങ്കിൽ നീയും അവൻ ഒരാളായി മാറാൻ ആമേൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആമേൻ. ഇന്ന് രാത്രി ഒരു ദൈവവൈദ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്നത്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഏദനും ആദാമിനെ അവയെയും തകർത്ത് കളഞ്ഞത് ആമേൻ ജഡമോഹമാണ്. എന്താ? കാണാൻ ഭംഗിയുള്ള ആ പഴം തിന്നാൻ ആമേൻ ആഗ്രഹിച്ചു, കൊതിച്ചു. ആമേൻ. അതുകൊണ്ട് കണ്ണിന് ഇമ്പമായി കാണുന്നതിനെ സ്വന്തമാക്കാൻ ഓടരുതേ. അല്ലേ? കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ കൊള്ളാമെന്ന് കണ്ട് ആമേൻ അത് തിന്നാൻ നോക്കിയ അല്ലേ? ഞാൻ അധികം മുമ്പോട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല. ആമേൻ. അതെ, പലതിൽ നിന്ന് മുമ്പിൽ കാണുന്നേ, അത് കാണുമ്പോൾ ഒന്ന് തൊടാനും ഒന്ന് ആസ്വദിക്കാനും ഒക്കെ തോന്നുന്നേ. ആമേൻ. അങ്ങനെയായ ആമേൻ നീ തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഏതാത്മാവാ? ദൈവാത്മാവ്. ആത്മാവിനാൽ എഴുതിയ വചനം ഹല്ലേലൂയ നീ വായിക്കണം, നീ വിശ്വസിക്കണം, നീ ഗ്രഹിക്കണം. ഹല്ലേലൂയ. നീ ഉറങ്ങുമ്പോഴും ആമേൻ നീ കിടക്കുമ്പോഴും നീ നടക്കുമ്പോഴും എല്ലാം അത് ധ്യാനിക്കണം. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവൻ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? എന്താ അന്യായം? ന്യായമല്ലാത്തതാണ് അന്യായം. ന്യായമെന്ന ന്യായപ്രമാണ പുസ്തകത്തിനകത്ത് ആത്മാവിനാൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവവചനമാണ്. ഈ വചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് ജീവിക്കാത്തവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുക. എന്താ ദുർനടപ്പ്? ഹല്ലേലൂയ. സോദോമിലെ പാപം. സോദോമിൽ ജനിച്ചു വളർത്തപ്പെട്ട ലോത്തിന്റെ മക്കൾ സ്വന്തം അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് ആമേൻ തലമുറയുണ്ട അവരത്രേ മോവാബിയർ നിമിത്തം 10 തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് കൽപ്പനയുള്ള
കാലഘട്ടത്തിൽ നവോമി തന്റെ ഭർത്താവും തന്റെ മക്കളും മോവാബിൽ പോയി. അവിടെ അവർ അവർ ആ ക്ഷാമത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷേ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ അധികം തീരാ ദുഃഖം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഭർത്താവ് നഷ്ടപ്പെട്ടു, രണ്ടാമക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവളായി അവൾ കൈപ്പായി മാറിയപ്പോൾ മധുരമാക്കുന്ന കർത്താവിലേക്ക് തിരിയുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രിയിലും ജീവിതയാത്രയും എവിടെയൊക്കെയോ തട്ടിയും മുട്ടിയോ എവിടെയൊക്കെയോ അനീതിയും ന്യായമല്ലാത്തത് സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നോട്ട് ടേണിംഗ് ബാക്ക് ഒന്ന് തിരിഞ്ഞു വരുവാൻ തയ്യാറാകും. അതെ, ആ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് ആ അറിവ് കിട്ടിയപ്പോൾ ഹല്ലേലൂയ ആ പരിജ്ഞാനത്തിലേക്ക് അവൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനോട് കൂടെ സഞ്ചരിക്കുവാൻ കൃപ ലഭിച്ചവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കും. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, സ്വയം ജഡത്തിന്റെ ഇച്ഛ നിവർത്തിക്കുവാൻ, അതിലൂടെ ഒരു സുഖം കണ്ടെത്തുവാൻ പിശാച് നിന്നെ അതെ നയിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിനുള്ളവർ, ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. എന്നാൽ അന്യായം ചെയ്യുന്നവർ പിശാചിന്റെ മക്കൾ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ദൈവരാജ്യം അതെ ആ സ്വർഗരാജ്യം അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ അല്ല ഇവിടെ ഉണ്ടല്ലോ ദൈവരാജ്യം. ഭക്ഷണവുമല്ല, പാനീയവുമല്ല, അത് പിന്നെന്തുവാ? നീതി, സമാധാന, സന്തോഷം. ഇന്ന് രാത്രി സമാധാനം നഷ്ടപ്പെട്ടവളായി ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഈ സമാധാനം, ഈ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെ അത് ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക ബന്ധനത്തിനകത്തു നിന്ന് ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കുവാൻ ശക്തനായവന്റെ ഉന്നത ജീവന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറയാം, ഗലാത്യലേഖനം 5:24 ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദുർനടപ്പുകാരൻ. ദുർനടപ്പ് എന്താ? ദുർനടപ്പ് ദൈവഹിതമല്ലാത്ത ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഉറക്കം വരുന്നെങ്കിൽ നിന്നെ നയിക്കുന്നത് പിശാചാ. നിന്റെ ജീവിതത്തിൽ ദുർനടപ്പുണ്ട്, നല്ല നടപ്പില്ല. എന്താ നല്ല നടപ്പ്? പ്രാർത്ഥനയും ആരാധനയും ദൈവവചന ധ്യാനവും പകലുള്ളോടത്തോളം ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുക. ഇതിന് ഓപ്പോസിറ്റ് ഒക്കെ ഉണ്ടോ? നീ ദുർനടപ്പുകാരനാ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി. അപ്പൊ ദിവ്യാഗ്രഹി ആരാ? ഇവർക്കും ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഹല്ലേലൂയ. ആരും ദൈവകോപത്തിനിരയായി തീരാതിരിക്കുവാൻ വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ സ്വയം ക്രൂശിലെ മരണത്തോളം താഴ്ത്തി സമർപ്പിച്ച യേശു കർത്താവിനെ പോലെ ഹല്ലേലൂയ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സത്യം അവന് ഇല്ല. കേട്ടോ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവന്റെ ഈ ലോക ജീവിതത്തിലൂടെ അവനെ അറിഞ്ഞ അവന്റെ ശിഷ്യന്മാരിലൂടെ എഴുതിയ ലേഖനത്തിൽ
1 യോഹന്നാൻ 2:4-5-6 വാക്യങ്ങൾ. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. യേശു കർത്താവ് പറഞ്ഞു, ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ എന്ത് ചെയ്യണം? കീഴ്പ്പെടാത്ത ഭാര്യയാണോ? അവന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാ? അമ്മയപ്പന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ മക്കളോട് പറഞ്ഞു, അത് കൽപ്പനയാണ്. ഇതൊന്നും അനുസരിക്കാത്തവരാരാ? കള്ള. സത്യം അവനിൽ ഇല്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നുവെന്നും ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ആര് നടക്കുന്നത് പോലെ? ദുഷ്ടൻ നടക്കുന്നത് പോലെ, പാവി, പരിഹാസി അല്ല. ലോകത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അല്ല. അവൻ നടക്കുന്നത് പോലെ. ആരാണവൻ? ഉലകത്തിൽ ഒരേ ഒരുവൻ, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ശക്തനായവൻ. അവനിൽ വസിക്കുന്നവൻ, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഒരു ചോദ്യം, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവകൃപയിലായിരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്യുന്നുവെങ്കിൽ അവന്റെ ജനനത്തിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അംഗവൈകല്യത്തോടു കൂടിയാണ് അവൻ ജയിച്ചത്. അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ആമേൻ ആയി പോകുന്നത്. ഇന്ന് രാത്രി കേടാത്ത വീതത്താൽ വീണ്ടും ജനിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അത്ഭുതം കണ്ടും അടയാളങ്ങൾ കണ്ടും വിടുതലിന് വേണ്ടി ആമേൻ എങ്ങനെയെങ്കിലും ജനിച്ചവരൊക്കെയാ ആമേൻ ഇങ്ങനെ പിശാചിന്റെ ആമേൻ അടിമയായി ദൈവസഭയ്ക്കകത്ത് ആമേൻ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ശരിയായ ഒരു ജനനം നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവേ എന്നെ വീണ്ടെടുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ. എന്തെങ്കിലും ആമേൻ കെട്ടിടത്തിന്റെ അടിസ്ഥാനം, അതിന്റെ ഘടന നിൽക്കുമോ ഇല്ലയോ എന്ന് നിർണയിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായ അടിത്തറ മുഴുവൻ ഘടനയെയും ശക്തിയെയും നിലനിർത്തുന്നു. പക്ഷേ ദുർബലമായ അടിത്തറ മുഴുവൻ കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു കാലത്ത് ശക്തമായി ജീവിക്കുന്നുവെന്ന് കണ്ട പലരും വിശ്വാസത്തിൽ നിന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അടിത്തറ ശരിയല്ലായിരുന്നു. ആമേൻ. ഏതെങ്കിലും അത്ഭുതം കണ്ടിട്ടോ, ഏതെങ്കിലും വിടുതലിന് വേണ്ടിയിട്ടോ, ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവരിറങ്ങി തിരിച്ചത്. അല്ല, നിത്യരക്ഷയെക്കുറിച്ച് അല്ല, നിത്യതയെക്കുറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി ഇറങ്ങിയവരല്ല. അവരൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി, അല്പ നേട്ടങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയവരാ. ഇന്ന് രാത്രി അക്കൂട്ടരോട് പറയുന്നു, ആമേൻ, യഥാർത്ഥമായി അതെ ക്രിസ്തുവിന്റെ ആ അടിസ്ഥാനം, ആമേൻ, കർത്താവിനുള്ളവരെ അവൻ അറിയുന്നു. ആമേൻ. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനല്ല അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. ക്രിസ്തു മതം, ഹല്ലേലൂയ, പുനരുത്ഥാനത്തിന്റെ ശക്തമായ അടിത്തറയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും അധിഷ്ഠിതമായതിനാൽ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? എത്ര പേർ നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ഈ അടിത്തറയ്ക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ ഒരു മുദ്രയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അവന്റെ ആമേൻ വചനത്തിലൂടെ ആമേൻ പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുകയോ ആ വെളിപ്പെടുന്ന ദൈവത്തെ യഥാർത്ഥമായി അറിയുവാനും അവനെ അനുഗമിക്കുവാനും കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ സാധിച്ചിട്ടുണ്ട്? രോഗം വരുമ്പോൾ അവൻ നല്ല വൈദ്യനായി അറിയാൻ പറ്റും. കഷ്ടം വരുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് അറിയാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഏതെല്ലാം നിലകളിൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന സമസ്ത മേഖലകളിൽ അവൻ ഇറങ്ങി വന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്തുമ്പോൾ ആ നിലകളിലെല്ലാം ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ അവനെ യഥാർത്ഥത്തിൽ അറിയുന്നുവെങ്കിൽ നിങ്ങൾ അവനോടൊപ്പം ജീവിക്കുകയും അവനെ സേവിക്കുകയും എല്ലാ അകൃത്യങ്ങളിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ആമേൻ അകന്ന് ജീവിക്കുവാൻ സ്വയം സമർപ്പിക്കപ്പെടുകയും ചെയ്യും. ദൈവമക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഇപ്പോഴും പാപത്തോട് മല്ലിടുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ നിങ്ങൾ പാപത്തെ എന്ത് ചെയ്യണം? അനുവദിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ സ്വാധീനിക്കുവാൻ, പാപത്തെ
തുറന്ന് ഉടൻ തന്നെ അതെ ദൈവവചനത്തെ സംശയിക്കുവാനും പിശാചിന്റെ കയ്യിലെ ഒരു ഉപകരണമായി മാറ്റപ്പെടുവാനും ഇടയാകും. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്നല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് പാപ സ്വഭാവം വെടിഞ്ഞ് അനീതി വിട്ട് ആമേൻ അതെ ആ ക്രിസ്തുവിൽ ആമേൻ യഥാർത്ഥമായി ഒരു ദൈവമകനായി ദൈവമകളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ താമസിയാതെ ഹല്ലേലൂയ അതെ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്മാറുകയും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ഏതെങ്കിലും പാപത്തിൽ നിന്ന് ഏതെങ്കിലും ക്രമക്കേടിൽ നിന്ന് ഏതെങ്കിലും അനീതിയിൽ നിന്ന് അതെ പിന്മാറുവാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി പൂർണ്ണമായി അതിനെ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ തയ്യാറാകുക. അല്ല എങ്കിൽ ക്രമേണ നിങ്ങൾ ആമേൻ പിന്മാറുകയും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ കരുണ ലഭിപ്പാനും സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോവുകയാണ്. ഒരു വിശുദ്ധ ജീവിതം ഹല്ലേലൂയ അത് നയിപ്പാൻ ആഗ്രഹിക്കുന്നവർ മോശയെ പോലെ ആ കൃപയ്ക്ക് വേണ്ടി ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി എല്ലാ കണ്ണുകളും അടച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. നീതിയും വിശുദ്ധിയും ആമേൻ സംബന്ധിച്ച് ആമേൻ ദൈവവചനത്തെ ആമേൻ ഒന്ന് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. രാവിലെയും വൈകുന്നേരവും പരിശുദ്ധാത്മാവുമായുള്ള ആ കൂട്ടായ്മ ഹല്ലേലൂയ ആ നല്ല ധാർമ്മിക പെരുമാറ്റമുള്ള ദൈവമക്കളുമായുള്ള ആ കൂട്ടായ്മ ഹല്ലേലൂയ അതേ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആമേൻ നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന മറ്റ് ഏതെങ്കിലും ആമേൻ പ്രവർത്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനോട് വിട പറയുക. അതിനെ പ്രാണത്യാഗത്തോട് അകറ്റി നിർത്തുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി നിറയപ്പെടുവാൻ ഇടയാകട്ടെ. നിങ്ങളെ സഹായിക്കുവാൻ യേശു ക്രിസ്തുവിനോട് ആമേൻ ഇന്ന് രാത്രി ആമേൻ ജയിക്കുവാൻ കഴിയാത്ത മേഖലകളെ നിങ്ങളെ പരാജയപ്പെടുത്തുക. നിങ്ങൾ ഇല്ലായ്മ ചെയ്യുക. നിങ്ങളെ കൊണ്ട് അനീതി ജയിപ്പിക്കുന്ന സകല പൈശാചിക പാരമ്പര്യ ദുർശക്തികളെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം സേവനത്ത് ജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ കൃപയ്ക്കാൽ എത്ര പേർ ദൈവത്തോട് യാചിക്കും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ എന്നെ സ്നേഹിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കാൽവരി അവസാനത്തുള്ളി രക്തം വരെ ഒഴുകി എന്നെ വിലയ്ക്ക് വാങ്ങി എന്റെ അകത്ത് അവിടുത്തെ ആത്മാവിനെ പകർന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, എന്റെ പാപത്തെ ഞാൻ തിരിച്ചറിയുകയാണ്, എന്റെ അനീതിയെ ഞാൻ തിരിച്ചറിയുകയാണ്. ഇന്ന് രാത്രി അത് വിട്ടോടുവാൻ കർത്താവ് അവിടുത്തെ വചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിനോട് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപ കർത്താവേ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. അനുതാപത്തോടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പലതിലും ആമേൻ കുടുങ്ങി ആമേൻ പല സ്വഭാവത്തിനകത്ത് വീഴ്ചകൾ വന്ന് ആമേൻ അത് ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ കണ്ണുനീരിലും ദുഃഖത്തിലോ അറിവേർപ്പിലോ ആമേൻ പ്രതികൂലത്തിലുമായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയരത്തിലെ കൃപ അവരുടെ മേൽ പകർന്ന് ജയത്തോടെ ജീവിപ്പാൻ കർത്താവ് അവരെ സഹായിച്ചാട്ട്. ആമേൻ. ഇന്ന് രാത്രി ആ ക്രിസ്തുവിലുള്ള യഥാർത്ഥ സമാധാനം, ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിച്ച് മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു മടങ്ങി വരുമ്പോൾ തള്ളപ്പെടാതെ എല്ലാവരും എടുക്കപ്പെടുവാൻ ഉതകുന്ന ഒരു ആത്മീയ ജീവിതത്തിന് ഉടമകളായി ജീവിപ്പാൻ എല്ലാവരും സഹായിച്ചാട്ട്. അവിടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. തീർച്ചയായും നിങ്ങൾ അവനെ അറിയുന്നുണ്ടോ? എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ സന്തോഷമാണെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നാളെ ഞായറാഴ്ചയാണല്ലോ, 11:00 ശേഷം വീട്ടിലെ ആരാധനയുമായി നമുക്ക് ഒരുമിച്ച് ലൈവിൽ കൂടാം. സന്തോഷമുള്ളവർ 11:30 മണിക്ക് ശേഷം കടന്നു വരിക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ശുഭരാമ.